എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്ന് എനിക്ക് ഇന്ന് അറിയണം. 21 K ഉള്ളൂ, അത് കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. യൂട്യൂബ് ചാനൽ 21 K സ്റ്റക്കായി കിടക്കുന്നത്. എനിക്കുള്ള റൈറ്റ്സ് ഉണ്ട്. ഓപ്പോ അല്ല OnePlus തമാശ തരുന്നതാ, ഐ എഗ്രി. പക്ഷെ സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളും എന്നിട്ട് അണ്ണൻ പറഞ്ഞു ഞാൻ അണ്ണനെ ബുള്ളി ചെയ്യണമെന്ന്. ഇത്രയും എക്സ്പീരിയൻസോ ഉള്ള നമ്മൾ വന്നത് അത് തെറ്റാണ് എന്ന് പറഞ്ഞാണ്. ഐഫോൺ ചിരഞ്ജീവിയല്ലേ. 15 ഇറങ്ങി, 14, 13, 12. ആ ഡയലോഗ് ഏതാ നശിച്ച സമയത്ത് ഞാൻ പറഞ്ഞാണല്ലോ. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഇത് ബുള്ളിങ് ആണെന്നൊന്നും പറയരുത്. ഹലോ ഗൈസ്, ഇപ്പം ഇന്നലെ ഷാസ് മുഹമ്മദ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിന് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. അതിന് പകരമായിട്ട് ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിൻ്റെ അടുത്ത റിപ്ലൈ ആണ്. റിപ്ലൈക്കകത്ത് ഇപ്പം ആദ്യം ഷാസ് മുഹമ്മദ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഐഫോണിനെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞതിന് റിപ്ലൈ ഒന്നും ചെയ്തില്ല. അപ്പം അതിൻ്റെ അകത്ത് ആൾ പറഞ്ഞ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിന് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോകുന്നു, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബഗ്സ് വരുന്നു, അതല്ല ഐഫോണിനെ സ്ലോ ആക്കുന്നു. ഇതൊന്നും ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ 7 വർഷം ഉപയോഗിച്ച ഫോണ് 7 വർഷം നിങ്ങളൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഡിഫക്ട്സ് എല്ലാ ഫോണിലും ഉണ്ടായിരുന്നു. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. 7 വർഷം ഞാൻ ഉപയോഗിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സാംസങ്ങിനെ അപേക്ഷിച്ച് സ്ലോ ആകത്തില്ല എന്നും ഞാൻ പറഞ്ഞു. അതും ശരിയാണ്, സാംസങ്ങിനെ അപേക്ഷിച്ച് സ്ലോ ആകത്തില്ല. പിന്നെ ഐഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ച് പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പോകുന്നുണ്ട്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. ഐഫോണിൻ്റെ ഡിസ്പ്ലേ മഞ്ഞ ലൈൻ വരുന്നു, പച്ച ലൈൻ വരുന്നു. അത് ഈവൻ ഐഫോണിന് മാത്രമല്ല, OnePlusന് വരുന്നുണ്ട് പച്ച ലൈന്. OnePlusൻ്റെ കുറേ ഇവിടെ പച്ച ലൈന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം OnePlusന് ഈ പ്രശ്നമുള്ളൂ. അപ്പം ഐഫോണിന് മാത്രമുള്ള പ്രശ്നങ്ങളല്ല, അത് ഐഫോണിന് വരുന്നതിനെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്ത് അതിപ്പം എന്തും പറഞ്ഞിട്ട് ഐഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ച് പോകുന്നു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് എന്നെ ത്രോട്ടിൽ ചെയ്ത് എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് എൻ്റെ തോളെ കയറി ഇടുന്ന് വേറൊരു വീഡിയോ ഇട്ടേന്ന് മാത്രം റെസ്പോണ്ട് ചെയ്തു. അല്ലാതെ ഷാസ് മുഹമ്മദ് രാവിലെ വന്നിട്ട് ഐഫോണിനെ കുറിച്ച് കുറ്റം പറയുന്ന ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. ആ വീഡിയോസിലൊന്നും ഞാൻ വന്നിട്ട് അയ്യോ നീ ഐഫോണിനെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ വന്നിട്ടില്ല. എൻ്റെ തോളെ കയറിയിരുന്ന് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ടും വരുന്ന റെസ്പോണ്ട് ചെയ്യാനും വരുന്നത്. അല്ലെങ്കിൽ ഐഫോണിനെ കുറിച്ചൊന്നും പറഞ്ഞാലും എനിക്കില്ല, സാംസങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അത്രയും സാമൂഹിക പ്രതിബദ്ധതയൊന്നും എനിക്കില്ല. അതായത് ഇവരൊന്നും എനിക്ക് കാശൊന്നും തരുന്നില്ല എന്ന് വെച്ച് ഷാസ് മുഹമ്മദിന് ഇവർ കാശ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നീ അതിൻ്റെ പേര് പറഞ്ഞു വരരുത്. ഷാസ് മുഹമ്മദിന് ഇവർക്ക് കാശ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത് ഒന്നുമില്ല. എനിക്കറിയത്തില്ല ഷാസ് മുഹമ്മദ് ഇവരുടെ നിന്ന് കാശ് മേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും റെക്കോർഡ് എൻ്റെ ഇല്ല. നാളെ അതിൻ്റെയൊക്കെ ആധാരം എഴുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇല്ലല്ലോ സഹോദര. അപ്പം അതാണ് അവിടുത്തെ കാര്യം. പിന്നെ അടുത്ത പറഞ്ഞ കാര്യം, പിന്നെ സാംസങ്ങിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആളും വലിയായിട്ട് അന്നേരം വരും. ഇനി പൈക്ക് തുടങ്ങാം, നീ വരൂ. സാംസങ്ങിനെ കുറിച്ച് കുറ്റം പറയാൻ നീ ആരാടാ? സാംസങ്ങിനെ കുറിച്ച് നമ്മുടെ ഫൈൻഡിങ്സ് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളുടെ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം അല്ലേ, അവിടെ ആർക്കും എന്തും പറയത്തില്ലേ. അതിനെ വിളിച്ച് എന്നെ ടാഗ് ചെയ്തല്ലേ എൻ്റെ വീഡിയോ എടുത്തിട്ട് വന്ന് പറയുമ്പോഴത്തേനും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അല്ലാതെ ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം സമയമില്ല ഇപ്പം ഇതിൻ്റെ എല്ലാം പുറകെ നടക്കാൻ. പിന്നെ ഒരു 1 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള മിസ്റ്റർ ഷാസ് മുഹമ്മദ് 2 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള മിസ്റ്റർ ഷാസ് മുഹമ്മദിനെ പോലുള്ള ഒരാൾ വന്നിട്ട് എന്നെ ഇത് ചെയ്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ വെറും 20K എന്ന് ചെറിയ ചാനലാണ്. ഞാൻ എന്തുമില്ല, ഒരു സൈഡിൽ കൂടെ ഞാൻ എൻ്റെ രീതിയിലുള്ള വീഡിയോ ചെയ്ത് പൊക്കോളാം. വെറുതെ തന്നെ എന്നെ ചാരി ഒന്ന് അതും കൊണ്ട് കണ്ടൻറ് ഉണ്ടാക്കേണ്ട അത്ര ദാരിദ്ര്യം വലിയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഏരിയയിൽ കൂടെ അത് പൊക്കോളുക. ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ സൈഡിൽ കൂടെ ഞാൻ പൊക്കോളാം. ഞാൻ ആരെയും വന്നിട്ട് ഷാസ് മുഹമ്മദിനെ ചൊറിഞ്ഞുകൊണ്ടൊന്നും ഞാൻ വരാറില്ല. എന്നെ തിരിച്ച് ചൊറിയാൻ വരരുത്. അല്ലാതെ വേറെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഷാസ് മുഹമ്മദിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ച് ചെയ്ത് കാശുണ്ടാക്കേണ്ട കാര്യമൊന്നും ഷാസ് മുഹമ്മദിനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ടാഗ് എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാനത് റെസ്പോണ്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് മോശമല്ലേ. ഞാൻ പിന്നെ എന്തിനാണ് ഇതും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ? അതേ ഉള്ളൂ, അല്ല വേറെ വലിയ സീനൊന്നുമില്ല. പിന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ OnePlus ഉപയോഗിക്കാൻ എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അത് കേടായപ്പോൾ. ഓഫ് കോഴ്സ് ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. നമ്മൾ ഈ എല്ലാ മാസവും ഫോണൊന്നും മാറാത്തത് കൊണ്ട് നമുക്ക് ഈ OnePlus എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും. ഐഫോൺ മാത്രമേ ഉപയോഗിക്കാൻ അറിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും ആ സാധനം അടിച്ചു പോയത്. ഈ സാംസങ് C Fold 3 ആണെങ്കിലും ഇതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു ക്രാക്ക് വന്നത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇനി ഫോൺ ഉപയോഗിക്കുന്നത് പഠിക്കാനായിട്ട് ഏതെങ്കിലും കോഴ്സ് വല്ലതും പോകണമെന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കേടായി പോകുന്നത് നമ്മൾ മാറുന്നുണ്ട്. ഡിസ്പ്ലേ ഇപ്പം ക്രാക്ക് വന്ന ഡിസ്പ്ലേ മാറാനൊന്നും നിൽക്കുന്നില്ല, അതവിടെ കിടന്നോട്ടെ.
എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതേ ഉള്ളൂ കാര്യം. പിന്നെ ബുള്ളിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാളെ ഹരാസ് ചെയ്യുന്നതും ബുള്ളിയിങ് ആണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ അല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. അതായത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതുപോലെ iPhone 14 ഒരു വീഡിയോ എടുത്തപ്പോഴത്തേനും പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാം അല്ലെങ്കിൽ പ്രമുഖ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം ഐഫോണാണ് അവരുടെ മെയിൻ അല്ലെങ്കിൽ പേഴ്സണൽ ഫോണായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വന്നപ്പോഴത്തേനും ഞാനാണ് ആ യൂട്യൂബർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതില്ലാത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാസ് മുഹമ്മദ് മാത്രമല്ല ഐഫോണിനെ കുറ്റം പറയുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ പ്രമുഖൻ എന്ന് പറയുന്നതാണ്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഷാസ് മുഹമ്മദിനെ പോലെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം അതിലൊരാൾ ഒരു ജനറലൈസ്ഡ് ടൈമായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് അത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയുന്നില്ല, ഓക്കെ, അതുകൊണ്ടായിരിക്കും വന്നത്. പക്ഷെ അതുകൊണ്ട് വന്ന എനിക്കുണ്ടായ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേനും വഴിയെ പോകുന്നതെല്ലാം ഒന്ന് തെറി വിളിച്ചിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെറി വിളിക്കുന്നത് അത് ഒരു ബിഗിനർ എന്ന രീതിയിൽ എനിക്ക് വല്ലാത്തൊരു 2 ആഴ്ച എടുത്ത് ഞാൻ അതുമായിട്ടൊന്ന് ടേംഡ് ആകാൻ. പിന്നെയാണ് ഞാൻ ഈ കമൻസിനെ ഒന്നും ശ്രദ്ധിക്കാതെയും അല്ലാതെ നെഗറ്റീവ് കമൻസ് എല്ലാം ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് വിട്ടു പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുവരെ എന്നും രാവിലെ എണീക്കുമ്പോഴത്തേനും കുറേ കമൻസ് ഫുള്ള് തെറി വരുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. പിന്നെ എന്നെ മാത്രമല്ല വേറെ കുറേ പേരുടെ ഇതുപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഷാസ് മുഹമ്മദിന് അറിയാം. അത് ഞാൻ പബ്ലിക്കായിട്ട് കാണിക്കണമെങ്കിൽ ഓക്കെ, ആ വീഡിയോസ് എല്ലാം യൂട്യൂബിലും അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ആയിട്ട് ആ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ വ്ളോഗിങ്ങിലുള്ള ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫോണിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത്. സൗണ്ടിന് സ്പീക്കർ എന്താ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ശബ്ദം, ക്ലാരിറ്റി കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനൊരു പ്രത്യേകതയും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി ആണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഐഫോണാണ് വീഡിയോ എടുക്കാൻ ഇപ്പം ഐഫോൺ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റും. ഐഫോൺ യൂസ് ചെയ്യുന്നത് ഐഫോണിന്റെ iOS വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക് ഇറ്റ് ബ്രോ. സ്പെക് ലിസ്റ്റ് വായിക്കുന്നതിന് ഒരു കഴിവുണ്ട്. മുള്ളിയുടെ ആ തുടക്കമൊക്കെ കാണുമോ, അയ്യോ ഞാൻ അത് കണ്ടിട്ടാണ് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞ് സോണി എക്സ്പീരിയ ഭയങ്കര എല്ലാവരെയും സോണി ക്യാമറ മേടിക്കുന്നത് ഈ ഒരു SC നീട്ടോൺ എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ടാണ്. ഈ മറ്റുള്ളവരെ ഹരാസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിഗിനറായിട്ടുള്ള യൂട്യൂബറിന് വരുന്ന ഒരു തെറ്റിനെയൊക്കെ വെച്ച് കളിയാക്കിയിട്ടോ അല്ലെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ. അപ്പം അങ്ങനെ ഒരാളും ഇത്രയും വലിയ 2 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരാളെ എടുത്ത് നല്ലൊരു ബിഗിനർ, ഓക്കെ, ഞാനും ആദ്യത്തെ ഒരു 3 കൊല്ലം മുമ്പ് യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേനും എനിക്കും ഒന്നും പറയാനൊന്നും പറ്റത്തില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഒരു ക്യാമറയൊക്കെ ഫേസ് ചെയ്യുന്നു. അവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയപ്പോൾ ഞാൻ ഇത്ര വലിയ സെറ്റപ്പ് ആയെന്നല്ല, ഇത്രയെങ്കിലും പറയാറായത് കുറേ ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം എല്ലാവർക്കും ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ട്. ഈവൻ മിസ്റ്റർ ഷാസ് മുഹമ്മദിനും ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇത്രയും വന്ന് ആധികാരികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തകൃതിയായിട്ടൊന്നും പോയിട്ടുള്ള എല്ലാവരുടെയും ബിഗിനിങ് സ്റ്റേജ് അല്ലെ ബഡ്ഡിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒന്നെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ തലയിലോട്ട് കയറാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ബുള്ളിങ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇത്രയും 2 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ 20K ഉള്ള എൻ്റെ മണ്ടയ്ക്കോട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിനുള്ള ആളൊന്നുമല്ല. നിങ്ങൾ വരിക, നിങ്ങളുടെ സൈഡിൽ കൂടെ ഒരു വീഡിയോ ഇട്ട് പൊക്കോളുക. നിങ്ങൾക്ക് അതിന് വ്യൂവേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് എന്തും കിട്ടുന്നുണ്ട്. അതിന് പിന്നെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ മാനേജേഴ്സ് ഉണ്ട്. മാനേജർ ഉണ്ടെങ്കിൽ സാംസങ്ങിൽ ഇത് കിട്ടും, ഇവൻറ്റിന് ഇൻവൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ മാനേജേഴ്സ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. മാനേജർ ഉണ്ടാവാം, ഇല്ലായിരിക്കും, തന്നെയായിരിക്കും മാനേജർ. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ഇത്രയും സെലിബ്രിറ്റി എന്ന് തന്നെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഷാസ് മുഹമ്മദിനെ പോലുള്ളവർ നമ്മളെ ഒന്നും വന്ന് ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു സൈഡിൽ കൂടെ നിങ്ങളുടെ വീഡിയോ ഇട്ട് പൊക്കോളുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ കൺവീനിയൻറ്റ് ടൈമിൽ ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ട് ഞാൻ ആ സൈഡിൽ കൂടെ പോകണം. പിന്നെ എൻ്റെ വീഡിയോയിലെ കണ്ടൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പ്രതികരിക്കാം. എൻ്റെ വീഡിയോസോ ഓഡിയോസോ അല്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്യുകയോ ചെയ്യണ്ട, ആ സൈഡിൽ കൂടെ പൊക്കോ, ഞാൻ വരിക. എൻ്റെ വീഡിയോസോ ഓഡിയോസോ എന്നെ ടാഗ് ചെയ്യുകയോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടോ? ഐഫോണിന് കുഴപ്പങ്ങളുണ്ടോ? ഡിസ്പ്ലേ അടിച്ചു പോകുന്നുണ്ടോ? ഓക്കെ, ഡിസ്പ്ലേ അടിച്ചു പോകുന്നുണ്ട്. സ്ലോ ആവുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ സ്ലോ ആവും. പഴയ ഒരു 5-6 വർഷമാകുന്ന ഫോണൊക്കെ സ്ലോ ആവും. പിന്നെ ബഗ്സ് ഉണ്ടോ? ഓക്കെ, ബഗ്സ് ഉണ്ട്. ഈവൻ ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഐഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല,
അവർ അപ്ഡേറ്റ്സ് തരുന്നുണ്ട്, അത് ഒരു ഫാക്റ്റാണ്. ഈവൻ ഈ ഫോൺ ചൂടാകുന്ന ഇഷ്യൂ തന്നെ ഷാസ് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അപ്ഡേറ്റ് വന്ന് കണ്ടോ ഐഫോൺ ഇവന്മാർ എന്നാ ചെയ്തതെന്ന് അറിയില്ല, ചൂടാകുന്ന ഇഷ്യൂ ഒക്കെ എവിടെ പോയെന്നറിയത്തില്ല. അതാണ് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടാണ് ഐഫോണിലേക്ക് എത്തിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ആ ഒരു സപ്പോർട്ട് വേറൊരു മാനുഫാക്ചേഴ്സ്, ഈവൻ സാംസങ്ങോ ഈവൻ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ്, ഇപ്പോൾ സാംസങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, വേറെ ഏതെങ്കിലും ഒരു മാനുഫാക്ചർ, ഈവൻ എനിക്ക് തോന്നുന്നു നല്ലൊരു സപ്പോർട്ട് തരുന്നൊരു മാനുഫാക്ചർ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അത് പ്രിഫർ ചെയ്യും. അത് ഒറ്റ ഒരു കാരണം കൊണ്ടാണ്, ആ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ടും ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും, അതുകൊണ്ടാണ് നമ്മൾ ഈ ഐഫോണിലേക്ക് പോകുന്നത്. അത് നമ്മൾ മേടിക്കുന്ന, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കുറ്റമാണെങ്കിലും ഈ 1.5 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനം അതുകൊണ്ട് ആ 1.5 ലക്ഷം രൂപ മേടിക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് കുറച്ച് കാലം ഉപയോഗിച്ച് ആ കാശ് മുതലാക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഈ എല്ലാ വർഷവും ഫോൺ മാറ്റി മേടിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. എല്ലാ വർഷവും നിങ്ങളിപ്പം പറയുന്ന 14 എടുത്തു, ഞാൻ 13 എടുത്തു, അത് കഴിഞ്ഞ് 15 എടുത്തു, എല്ലാ വർഷവും മേടിച്ചപ്പം അത് കഴിഞ്ഞ് നിങ്ങളത് കൊടുക്കുമായിരിക്കും, വേറെ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും. അങ്ങനെയുള്ള സെറ്റപ്പൊന്നുമില്ല. നമ്മളൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം 14 നമുക്ക് കിട്ടിയായിരുന്നു, ഈ കൊല്ലം 15 മേടിച്ചു, അടുത്ത കൊല്ലം 16 ഇപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും മേടിക്കുവാണെങ്കിൽ അതുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അല്ലാതെ എല്ലാ കൊല്ലവും ഫോൺ മേടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിനുള്ള അത്രയും വലിയ ഫണ്ട്സൊന്നുമില്ല. നമ്മൾ ഉള്ള രീതിയിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് പോകുന്നു. അതൊന്നും ആരെയും നമ്മളിപ്പം നിങ്ങൾ കാശുണ്ടാക്കുന്നുണ്ടോ ഞാൻ കാശുണ്ടാക്കുന്നത്, ഇതൊന്നും നമ്മളെ തമ്മിൽ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. സോ ഇപ്പം ഫൈനലി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യാതിരിക്കുക, എന്നെ ചൊറിയാതിരിക്കുക. ഞാനൊന്നിനും പറ്റത്തില്ല, ഞാൻ ഈ വഴിക്ക് പൊക്കോളാം. അല്ലാതെ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ സീനൊന്നുമില്ല. നിങ്ങൾ സാംസങ്ങിനെ കുറിച്ച് കുറ്റം പറയുമോ, അല്ല സാംസങ്ങിനെ സപ്പോർട്ട് ചെയ്യുമോ, ഐഫോണിനെ കുറ്റം പറയുമോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഇത് എൻ്റെ തോളിൽ കയറിയിരിക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പം അടുത്ത വീഡിയോ ഞാൻ എപ്പോഴേലൊക്കെ ഇടുന്നതായിരിക്കും. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. എന്നെ ഹേറ്റ് ചെയ്യുന്നവർക്ക് സന്തോഷം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഹേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ബൈ ബൈ.